കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചിനിടയിൽ വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കോഴിക്കോട് DCC അധ്യക്ഷനായ അഡ്വക്കേറ്റ് A പ്രവീൺകുമാറും സന്നിഹിതരായിരുന്നപ്പോൾ ഷാഫി കൊടുത്ത ഒരു വാക്ക് അത് വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായ VD സതീശൻ പങ്കെടുത്ത ആ മാർച്ചിൽ ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ 10-1 കേരളത്തിനോട് കരുതൽ എന്ന രീതിയിൽ കാണിക്കണം. എന്നാൽ അതും പോട്ടെ, മോദിയോട് കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെ പകുതിയെങ്കിലും കേരളത്തോട് കാണിക്കാമോ എന്ന അഭ്യർത്ഥനയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും നിരവധിയായ കോൺഗ്രസ് MLA-മാർ ഉണ്ടാകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. നമുക്കറിയാം, കോഴിക്കോട് നിരവധിയായ മണ്ഡലങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ കോൺഗ്രസിന് നഷ്ടമായതാണ്. എന്നാൽ അതൊക്കെ ശക്തമായി വാശിയേറിയ പോരാട്ടം നടത്തിയാൽ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ സെഗ്മെന്റുകളിലും വ്യക്തമായ മുൻതൂക്കം കോൺഗ്രസിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. വടകരയിലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് 1,00,000-ലധികം വോട്ടിനാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ 1,15,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ കോഴിക്കോട് MK രാഘവൻ വിജയിച്ചത് 1,50,000-ന് മേൽ ഭൂരിപക്ഷത്തിലാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോടുള്ള നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമൊന്നുമല്ല. പേരാമ്പ്രയായിരുന്നാലും കുറ്റിയാടി ആയിരുന്നാലും കോഴിക്കോട് സൗത്ത് ആയിരുന്നാലും നോർത്ത് ആയിരുന്നാലും ഒക്കെ അതിശക്തമായി UDF-ന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം വേണ്ടത് എന്നുള്ളത് ഷാഫി പറമ്പിൽ അണികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മുസ്ലിം ലീഗിന് മാത്രമാണ് കോഴിക്കോട് UDF-ന്റെ പ്രാതിനിധ്യം നിലവിൽ ഉള്ളതെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടി പ്രാതിനിധ്യം വേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2011 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം കാണുന്നതേയില്ല. എന്നാൽ 2009 മുതൽ തുടർച്ചയായി 4 തവണ കോഴിക്കോട് MP ആയത് MK രാഘവനാണ് താൻ. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ MP-മാരോട് കൃത്യമായ നിർദ്ദേശം വച്ചിരിക്കുന്നത്. നിങ്ങളുടെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിയോജക മണ്ഡലങ്ങൾ, കേരളത്തിൽ ഒരു ലോക്സഭ എന്നത് 7 നിയോജക മണ്ഡലങ്ങളാണ്. ആ 7 നിയോജക മണ്ഡലങ്ങളിലും നിങ്ങൾ ശ്രദ്ധാപൂർവം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതായുണ്ട്. എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ചിട്ടയായ പ്രവർത്തനം വേണം. വെറുതെ കാടിളക്കി പ്രചരണം നടത്തിയിട്ടോ അല്ലെങ്കിൽ ജനങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന പ്രസംഗം നടത്തിയിട്ടോ കാര്യമില്ല. വീട് വീടാന്തരമുള്ള ഡോർ ടു ഡോർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെ ആവേശഭരിതരാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്, MLA-മാരെ ഉണ്ടാക്കിയെടുക്കാൻ കോഴിക്കോട് ജില്ലയിലും കഴിയും എന്ന വ്യക്തമായ ഒരു സൂചനയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്.